അപ്പോൾ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അത്യാവശ്യം ഫേമസ് ആയ ഒരു ആനയാണ് നമ്മുടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ആനയെ കണ്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പാറുകുട്ടി എന്ന് പറയും. നമസ്കാരം. ഗജീവ് ഗാന കൂട്ടായ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ എല്ലാവരും കാണാറുണ്ട്. കുറേ നാളായിട്ട് ഞങ്ങൾ ഈ വീഡിയോസ് ഒന്നും ഇടാറില്ല. ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ? വേറെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 2-3 വർഷമായിട്ട് ചാനലൊക്കെ നിർത്തി. നമ്മളൊരു ആനയെ എങ്ങനെ നോക്കി നടത്താം, ആനപ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്തയിലും അതിൻ്റെ പിന്നാലെ പോവായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തി. അപ്പോൾ ഒരു 3-4 വർഷത്തെ പ്രയത്നമായിരുന്നു, ആഗ്രഹമായിരുന്നു ഒരു ആനേനെ സംരക്ഷിക്കണം. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തി. നമ്മൾ കുറേ പേര് നമ്മളെ സഹായിച്ചു. അപ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പോൾ 2 വർഷമായി, ഈ ചിങ്ങമാസത്തിൽ 2 വർഷമായിട്ട് നമ്മുടെ വശം രാനിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അത്യാവശ്യം ഫേമസ് ആയ ഒരു ആനയാണ് നമ്മുടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ആനയെ കണ്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പാറുകുട്ടി എന്ന് പറയും. യൂട്യൂബ് ചാനലിലൊക്കെ അത്യാവശ്യം വൈറലായ ഒരു ആനയാണ്. എല്ലാവർക്കും അറിയാം എൻ്റെ കയ്യിലാണ് ആന എന്നുള്ള കാര്യം, ഞങ്ങളുടെ കയ്യിലാണ് ആന എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നാലും അപ്പോൾ ആനയുടെ വിശേഷങ്ങൾ ഒരു സാധാരണക്കാർക്കും ഇതിലേക്ക് എത്താമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പുതിയൊരു ചാനലായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ പാറുകുട്ടിയുടെ വിശേഷങ്ങൾ, നമ്പിങ്കാവ് ശ്രീ പാർവതി എന്നാണ് ഫുള്ളായിട്ടുള്ള പേര് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ആനയുടെ വിശേഷങ്ങൾ, ഈ ആനനെ എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഫീൽഡിലേക്ക് വരാം, അപ്പോൾ ഈ ആനനെ എങ്ങനെ നോക്കാം, ഈ ആന മാത്രമല്ല നമ്മളെ പരിചയത്തിലുള്ള ബാക്കി ആനകളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ വിശേഷങ്ങളും അറിയാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ആനകളുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാനിതിൽ അറിയാം. അപ്പോൾ ചാനലിൻ്റെ പേര് എത്രയും പെട്ടെന്ന് ഇട്ടിട്ട് പുറത്തേക്ക് ഇറക്കാം. നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ കുറേ നാളായി. ഇപ്പോഴാണ് അതിന് സമയം ഉണ്ടായത്. ഇതിൻ്റെ അറിയാലോ, സാമ്പത്തികമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പിന്നാലേക്ക് ആയിട്ട് നടക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സെപ്റ്റംബർ മാസത്തേക്ക് 2 വർഷമായി നമ്മുടെ ഇതിൽ ആന വന്നിട്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം കേട്ടോ.